നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. വാൽപ്പാറ ദുരന്തം നോവായി 9 പേർ. കണ്ണീരണിഞ്ഞ് നാട്. വിട നൽകി ആയിരങ്ങൾ. വേനൽ ചൂടിൽ വിറങ്ങലിച്ച് നാട്. ഞായറാഴ്ച വരെ ഉയർന്ന താപനില തുടരും. അവധിക്കാല ക്ലാസിന് നിരോധനം. പിന്നാലെ പഠന പിന്തുണയ്ക്ക് നിർദ്ദേശം. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇരട്ടത്താപ്പെന്ന് ആക്ഷേപം. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. കൊടകരയിൽ MLV നായരുടെ ശതാഭിഷേകം വേലായുധീയം എന്ന പേരിൽ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി വാൽപ്പാറ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് യാത്രാമൊഴിയേകി നാട്. പാങ്ങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്തെ പൊതുദർശനത്തിൽ പ്രിയപ്പെട്ട അധ്യാപകരെയും സഹപ്രവർത്തകരെയും കാണാൻ വിങ്ങിപ്പൊട്ടി ജനം ഒഴുകിയെത്തി. അക്ഷരമുറ്റത്ത് പ്രിയപ്പെട്ടവർക്ക് വിട ചൊല്ലുമ്പോൾ കണ്ണീർ കടലായി മാറി മലപ്പുറം ജില്ലയിലെ പാങ്ങ് ഗ്രാമം. ഒരു നാടിന്റെ മുഴുവൻ വിങ്ങലാകുകയാണ് 12 വയസ്സുകാരൻ ഹിഷാം അടക്കം ആ 9 പേരും. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് മുൻപ് തന്നെ നൂറുകണക്കിന് ആളുകൾ പൊതുദർശനം നടക്കുന്ന അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയിരുന്നു. പൊള്ളാച്ചിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പുലർച്ചെ 6 മണിയോടെയാണ് മൃതദേഹങ്ങളും വഹിച്ചുള്ള ആംബുലൻസുകൾ കേരളത്തിലേക്ക് തിരിച്ചത്. ആംബുലൻസുകൾ എത്തിയപ്പോഴേക്കും സ്കൂൾ മുറ്റം നിയന്ത്രിക്കാനാവാത്ത സങ്കടക്കടലായി മാറി. പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അടങ്ങുന്ന 13 അംഗ സംഘത്തിലെ 9 പേരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 വാൽപ്പാറ ചുരം റോഡിലെ 13ാം ഹെയർ പിൻ വളവിൽ നടന്ന അപകടത്തിൽ മരിച്ചത്. നിയന്ത്രണം വിട്ട വാൻ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 9ാം വളവിലേക്ക് പതിക്കുകയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക അജിത, അധ്യാപകരായ റംല, സുഹറ, ആശ, മജീദിന്റെ ഭാര്യ റുക്കിയ, സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ്, പാചകത്തൊഴിലാളി സാജിദ എന്നിവർ സംഭവസ്ഥലത്തും സുഹറയുടെ മകൻ 12 വയസ്സുള്ള ഇഷാം ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ ഷഹദീൻ മുഹമ്മദ്, നൌഷാദ് അലി, മുഹമ്മദ് ഫൈസ് എന്നിവർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിൽ നൌഷാദ് അലിയും മുഹമ്മദ് ഫൈസും തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പരുക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട 10 വയസ്സുകാരി മസ്നീനെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ തന്റെ ഉമ്മ മരിച്ച വിവരം മസ്നീൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അക്ഷരമുറ്റത്ത് ഇനി ആ ചിരികളില്ല, ആശ്വാസ വാക്കുകളില്ല. വെക്കേഷൻ ആഘോഷിക്കാൻ യാത്ര പുറപ്പെടുമ്പോൾ ഒടുവിലായി പകർത്തിയ ആ ഗ്രൂപ്പ് ഫോട്ടോ ഒരു നാടിൻ്റെയാകെ നൊമ്പരമായി മാറുന്നു. വാൽപ്പാറയിലെ കൊടുംവളവിൽ പൊലിഞ്ഞത് ഒരു വിദ്യാലയത്തിന്റെ നെടുന്തൂണുകളായ അധ്യാപകരും ജീവനക്കാരുമാണ്. സ്കൂൾ വരാന്തയിൽ ഒത്തുചേർന്ന് അവർ ചിരിച്ചുകൊണ്ട് പകർത്തിയ ആ ചിത്രം 2024-25 അധ്യയന വർഷം അവസാനിക്കുമ്പോൾ സന്തോഷത്തോടെ എടുത്ത ആ ഫോട്ടോയിലുള്ള 6 പേർ ഇന്ന് ജീവിക്കുന്ന ഓർമ്മയാണ്. അതിരപ്പള്ളിയും മലക്കപ്പാറയും കണ്ട് പൊള്ളാച്ചിയിലേക്ക് പോകവെയാണ് പാങ്ങ് പാറമ്പൽ GLP സ്കൂളിലെ അധ്യാപക സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. KL 11 AM 7288 നമ്പറിലുള്ള ട്രാവലർ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം സംരക്ഷണ ഭിത്തി തകർത്ത് താഴേക്ക് പതിക്കുകയായിരുന്നു. യാത്രക്കിടയിൽ അവർ പകർത്തി സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ച ഓരോ ചിത്രവും ഇപ്പോൾ പ്രിയപ്പെട്ടവരുടെ കണ്ണ് നിറയ്ക്കുന്നു. പ്രധാനാധ്യാപിക അജിത, അധ്യാപകരായ റംല, സുഹറ, ആഷ, മജീദ്, സ്കൂളിലെ പാചകത്തൊഴിലാളി സാജിദ എന്നിവർ ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മജീദിന്റെ ഭാര്യ റുക്കിയയും സുഹറയുടെ മകൻ ഹിഷാമും ഷക്കീനയും ഈ ലോകത്തോട് വിട പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ വിലാപയാത്രയായി നാട്ടിലെത്തിച്ചു. അമ്പലപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ബന്ധപ്പെട്ട ഖബർസ്ഥാനുകളിലും ശ്മശാനങ്ങളിലും സംസ്കാര ചടങ്ങുകൾ നടക്കും. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ തിരിച്ചുവരുമെന്ന് കരുതിയ കുരുന്നുകൾക്കും നാട്ടുകാർക്കും ഈ വിയോഗം താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. അക്ഷരങ്ങൾ പകർന്നു നൽകിയ കൈകൾ യാത്രയാവുകയാണ്. ഒരു പിടി നോവുന്ന ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി. സംസ്ഥാനത്ത് ചൂട് വരും ദിവസങ്ങളിൽ കടുക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
ഞായറാഴ്ച വരെ ഉയർന്ന താപനില തുടരാനാണ് സാധ്യത. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുള്ളതിനാൽ ഞായറാഴ്ച വരെയാണ് 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയത്. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. തിരുനാൾ കൊടിയേറ്റം ഫാദർ അൽഫോൺസ് വാഴപ്പനാടി നിർവഹിച്ചു. ഫാദർ ജിതിൻ പുന്നശ്ശേരി, ഫാദർ വിൽസൺ മൂക്കനാംപറമ്പിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്, സഹവികാരി ഫാദർ ടോം പുള്ളോലിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്ത് പറമ്പിൽ, PRO ഷോജൻ ഡി വിധേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഇടവക അതിർത്തിയിലൂടെ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമുണ്ടായി. ഞായറാഴ്ച ഫാദർ ജിജോ മാളിയേക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന, ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരന്റെ സന്ദേശം, ഉച്ചകഴിഞ്ഞ് 4-ന് സമൂഹബലി, തുടർന്ന് പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില ഉടൻ വർദ്ധിപ്പിച്ചേക്കും. 29-ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനമെടുക്കുക. തീരുമാനം വൈകിക്കുന്നതിൽ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രതിഷേധം നടത്തി. ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. അതേസമയം സർക്കാരിന് വീണ്ടും കത്ത് നൽകുമെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. വില വർധന അനിവാര്യമാണെന്നും വില കൂട്ടാൻ മിൽമയ്ക്ക് അധികാരമുണ്ടെന്നും KS മണി പറഞ്ഞു. എന്നാൽ ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും അഭിപ്രായം ചോദിക്കുകയും വേണം. നേരത്തെ നൽകിയ കത്തിന് വ്യക്തമായ മറുപടി സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ കൂടി ഭാഗമായാണ് മറുപടി വൈകിയത്. 3 വർഷമായി വില കൂട്ടിയിട്ടില്ല. വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. പഠന പിന്തുണ ആവശ്യമായ വിദ്യാർത്ഥികൾക്കായി അവധിക്കാലത്ത് പ്രത്യേക ക്ലാസ് സംഘടിപ്പിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് ആക്ഷേപം. അവധിക്കാല ക്ലാസുകൾ നിരോധിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനമാണ് നിർദ്ദേശത്തിന് വിലങ്ങുതടിയാവുന്നത്. 5 മുതൽ 8 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷകളിൽ E ഗ്രേഡും 9ാം ക്ലാസ്സിൽ DE ഗ്രേഡുകളും നേടിയ കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷത്തിലേക്ക് ക്ലാസ് കയറ്റം നൽകുന്നതിനായാണ് പഠന പിന്തുണ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ നിർദ്ദേശമുള്ളത്. പഠന പിന്തുണ ആവശ്യമായ വിഷയങ്ങളിൽ മാത്രമാണ് ക്ലാസുകൾ നൽകേണ്ടത്. പുനർ വിലയിരുത്തലിന് ശേഷവും മിനിമം ഗ്രേഡ് ലഭ്യമാകാത്ത 5 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികളെ അടുത്ത ക്ലാസുകളിലേക്ക് പ്രവേശിപ്പിക്കുകയും 2 ആഴ്ചത്തെ ബ്രിഡ്ജിംഗ് നൽകി നിശ്ചിത പഠന വിഷയങ്ങളിൽ എത്തിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇതിനായി ഏപ്രിൽ 20 മുതൽ 27 വരെയുള്ള ഒരാഴ്ച കാലയളവിൽ രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് ക്ലാസുകൾ സംഘടിപ്പിക്കാൻ നിർദ്ദേശമുള്ളത്. അതേസമയം കഠിനമായ ചൂടിന്റെ പശ്ചാത്തലത്തിൽ വേനലവധിക്കാല സ്പെഷ്യൽ ക്ലാസുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവ് ഈ നിർദ്ദേശത്തിന് പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. അവധിക്കാലം കുട്ടികളുടെ അവകാശമാണെന്നും ഇത് തടസ്സപ്പെടുത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ചട്ടപ്രകാരം മാർച്ച് അവസാനത്തെ പ്രവൃത്തി ദിവസം മുതൽ മെയ് അവസാനം വരെ കുട്ടികൾക്ക് അവധിയാണ്. ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യത്തിൽ ചൂട് ഉയർന്നതും പരിഗണിച്ചാണ് മന്ത്രിയുടെ ഉത്തരവ്. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വിദ്യാലയങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ഇതോടെയാണ് പഠന പിന്തുണ ക്ലാസുകൾ നടത്തേണ്ട ക്ലാസുകളിലെ അധ്യാപകർ ആശയക്കുഴപ്പത്തിലായത്. അതേസമയം ഏതാനും സ്കൂളുകളിൽ മൂല്യനിർണ്ണയവും ഒപ്പം പഠന പിന്തുണ ക്ലാസുകളും നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ചട്ടങ്ങളും വകുപ്പ് മന്ത്രിയുടെ ആരോഗ്യപരമായ നിർദ്ദേശങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. കൊടകര ഇഷാര ഗോൾഡിൽ അക്ഷയ തൃതീയ ആഘോഷം തുടങ്ങി.
അക്ഷയ തൃതീയ പ്രമാണിച്ച് കൊടകര, തൃപ്രയാർ, ഇഷാര ഗോൾഡ് ഷോറൂമുകളിൽ വിപുലമായ ആഘോഷങ്ങളും ഓഫറുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 20 വരെ നീണ്ടു നിൽക്കുന്ന വമ്പൻ സമ്മാന പദ്ധതികളും ആനുകൂല്യങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി കാത്തിരിക്കുന്നത്. സൗഭാഗ്യത്തിന്റെ ദിനമായ അക്ഷയ തൃതീയ ആഘോഷമാക്കാൻ ഇത്തവണ ഒരു പിടി മികച്ച ഓഫറുകളാണ് ഇഷാര ഗോൾഡ് മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1000 രൂപ നൽകി സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് ഏപ്രിൽ 19, 20 തീയതികളിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. വിലക്കയറ്റത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഈ പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പുതിയതായി സ്വർണ്ണക്കുറിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ അക്ഷയ തൃതീയ ദിനങ്ങൾ സുവർണാവസരമാണ്. ഏപ്രിൽ 19, 20 തീയതികളിൽ കുറിയിൽ ചേരുന്നവർക്ക് ആദ്യ ഗഡുവിൽ 25% ഡിസ്കൗണ്ട് ലഭിക്കും. അടുത്ത അക്ഷയ തൃതീയ ദിനത്തിൽ കേരള, ബോംബെ, ബംഗാളി മോഡൽ ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാനുള്ള അവസരവും ഇതിലൂടെ ലഭിക്കുന്നു. വിവിധ സ്വർണ്ണാഭരണ ശേഖരങ്ങളും ആകർഷകമായ ഓഫറുകളും ഇഷാര ഗോൾഡ് MD സാഗർ പോട്ടയിൽ വിശദീകരിച്ചു. ഉപഭോക്താക്കൾക്ക് ഏറ്റവും ലാഭകരമായ രീതിയിലാണ് ഇത്തവണത്തെ അക്ഷയ തൃതീയ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. 2026 അക്ഷയ തൃതീയോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ഡയമണ്ട്സ് കസ്റ്റമേഴ്സിനായി പ്രത്യേക ആനുകൂല്യം നൽകിയിരിക്കുന്നു. ഏപ്രിൽ 18, 19, 20 തീയതികളിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് തിരഞ്ഞെടുത്ത ആഭരണങ്ങളിൽ പ്രത്യേക ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ 18, 19, 20 തീയതികളിൽ സുഭദ്രം സമ്പാദ്യ പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ആദ്യ നിരക്കിൽ 25% ഡിസ്കൗണ്ട് നൽകുന്നതാണ്. എല്ലാവർക്കും എൻ്റെയും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് മാനേജ്മെൻറ്റ് സ്റ്റാഫിൻ്റെയും ഹൃദയം നിറഞ്ഞ അക്ഷയ തൃതീയ ആശംസകൾ. എല്ലാ കസ്റ്റമേഴ്സിനും അക്ഷയ തൃതീയയുടെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും അക്ഷയ തൃതീയയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ കസ്റ്റമേഴ്സിനെയും ഇഷാര ഗോൾഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. PRO ഉബൈദോ, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ ഏകോപിപ്പിക്കുന്നത്. ട്രെൻഡി ഡിസൈനുകളും പരമ്പരാഗത ആഭരണങ്ങളും ഒരേപോലെ ലഭ്യമായ ഇഷാരയിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിക്ഷേപമായും അലങ്കാരമായും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്ഷയ തൃതീയ ദിനം മികച്ച അവസരമാണ് നൽകുന്നത്. കൊടകരയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ MLV നായരുടെ ശതാഭിഷേകം പൂനിലാർക്കാവ് ഭജന മണ്ഡപത്തിൽ വേലായുധീയം എന്ന പേരിൽ ആഘോഷിച്ചു. നടനും സംവിധായകനുമായ മേജർ രവി ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. പെരുവനം കുട്ടന്മാരാർ സുവർണമുദ്ര സമർപ്പണവും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ കാവ്യോപഹാര സമർപ്പണവും നടത്തി. NSS കരയോഗം മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി, കൊടകര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ്, പഞ്ചായത്ത് അംഗങ്ങളായ വിനയൻ തോട്ടപ്പള്ളി, മിനിദാസൻ, എഴുത്തുകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത്, കോർഡിനേറ്റർ കൊടകര ഉണ്ണി, പുത്തൂക്കാവ് ക്ഷേത്രം തന്ത്രി അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, D നിർമ്മൽ, KS സുനിൽകുമാർ, T ശശികുമാർ, രാമചന്ദ്രൻ പയ്യാക്കൽ, വിജിൽ മേനോൻ, രഘു പാട്ടത്തിൽ, സ്മിത P മേനോൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ MLV നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി കൊടകര ഉണ്ണി രചിച്ച കർമ്മകാണ്ഡം എന്ന പുസ്തകം എഴുത്തുകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്തിന് കൈമാറി. അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി പ്രകാശനം ചെയ്തു. കൊടകരയിൽ അരങ്ങേറിയ ഇടയ്ക്ക പഞ്ചാരി ആസ്വാദകർക്ക് നവ്യാനുഭവമായി മാറി. കൊടകരയിലെ MLV നായരുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ചാണ് ഇടക്ക പഞ്ചാരി അവതരിപ്പിക്കപ്പെട്ടത്. ഉരുട്ടുചെണ്ടയ്ക്ക് പകരം ഇടക്ക പ്രധാന വാദ്യമായുള്ള പഞ്ചാരി മേളമാണ് ഇത്. ചെണ്ടയിൽ കൊട്ടിവരുന്ന പഞ്ചാരി മേളം ഇടയ്ക്കയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷണമായിരുന്നു ഇടക്ക പഞ്ചാരി. കാവിൽ ഉണ്ണികൃഷ്ണ വാര്യരുടെ നേതൃത്വത്തിൽ നടന്ന ഇടക്ക പഞ്ചാരിയിൽ മൂർക്കനാട് ദിനേശൻ വാര്യർ, ഏലൂർ രാഹുൽ, പുതിയടം അരുൺ, സദനം അഭിഷേക്, ചേർത്തല മാധവ്, മാണിക്യമംഗലം ഉണ്ണികൃഷ്ണൻ എന്നിവർ ഇടയ്ക്കയിൽ അണിനിരന്നു. കൊടകര അനൂപ്, കീനൂർ പ്രേംദാസ്, നന്ദിപ്പുലം വിനോദി എന്നിവർ കുറുംകുഴലിലും, മച്ചാട് രാമചന്ദ്രൻ, ഗോപൻ മുല്ലപ്പിള്ളി, അർജുൻ ഇന്ദിരാലയം എന്നിവർ കൊമ്പുവാദ്യനിരയിലും അണിനിരന്നു. രവിപുരം ജയൻ വാര്യർ, കൊടകര ശങ്കൽ, അഭിജിത്ത് കാവിൽ എന്നിവർ ഇലത്താളത്തിലും, ഉണ്ണി പോറോത്ത്, പേരാമ്പ്ര കിഷോർ, നെല്ലായ ജിത്തു എന്നിവർ വലം തലയിലും നിരന്നു.
നന്ദിപുലം തൃക്കയിൽ ബലരാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അക്ഷയ തൃതീയ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നന്ദിപുലം തൃക്കയിൽ ബലരാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അക്ഷയ തൃതീയ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച ഗീതാപാരായണം, സഹസ്രനാമ അർച്ചന, സഹസ്രനാമ പാരായണം, ഭാഗവത സംഗ്രഹം പാരായണം എന്നിവ നടത്തി. വൈകിട്ട് പ്രസാദ് നേതൃത്വം നൽകിയ നാമസങ്കീർത്തനം, ആലുവ കാട്ടിലേക്കാവ് സ്വരലയ വാർഷിണി അവതരിപ്പിച്ച ഭജന എന്നിവ അരങ്ങേറി. തുടർന്ന് പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. നാരായണ 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 നാരായണ. പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയുടെ 16ാം ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഞായറാഴ്ച നടത്തും. വൈകിട്ട് 4-ന് മാർ റാഫേൽ തട്ടിലിന്റെയും മാർ പോളി കണ്ണുക്കാടന്റെയും സംയുക്ത കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് വൈകിട്ട് 6 നടക്കുന്ന സമ്മേളനം സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം നിർവഹിക്കും. ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുക്കാടൻ അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും. കെ രാമേന്ദ്രൻ MLA സ്മരണിക പ്രകാശനം നടത്തും. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്ന പ്രതിമാസ സൗജന്യ നേത്രപരിശോധന തിമിര നിർണയ ക്യാമ്പുകളുടെ പരമ്പരയിലെ 174ാമത് ക്യാമ്പ് ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് നടക്കുക. കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡുകൾ തകർത്ത് കുതിച്ചുയർന്നു. ആഗോള വിപണിയിലെ മാറ്റങ്ങളും പ്രാദേശികമായ ആവശ്യകത വർദ്ധിച്ചതും സ്വർണത്തിന് പുറമെ വെള്ളിയുടെ വിലയും കുത്തനെ ഉയരാൻ കാരണമായി. പവന് 600 രൂപ കൂടി ഉയർന്നതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 1,14,240 രൂപയിലെത്തി. ഗ്രാമിന് 14,280 രൂപയാണ് നിരക്ക്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ വിവിധ വകുപ്പുകളിൽ എയ്ഡഡ് ഗസ്റ്റ് ലെക്ചർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏപ്രിൽ 24-ന് ഫിസിയോളജി രാവിലെ 9:30-നും, സൈക്കോളജി 10:30-നും, ഇലക്ട്രോണിക്സ് 11:30-നും, ഇംഗ്ലീഷ് ഉച്ചയ്ക്ക് 2-നും, കമ്പ്യൂട്ടർ സയൻസ് വൈകിട്ട് 3-നും, കൊമേഴ്സ് വിഭാഗത്തിൽ വൈകിട്ട് 4-നുമാണ് ഇന്റർവ്യൂ നടക്കുക. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം നിശ്ചിത സമയത്ത് ഓഫീസിൽ ഹാജരാകണം. UGC നെറ്റ് PhD യോഗ്യത ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കോളേജിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.prajodiniकेतन.edu.in. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,280 രൂപയും പവന് 1,14,240 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് കണ്ണമ്പത്തൂർ മേനാച്ചേരി ദേവസിക്കുട്ടി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ ഉച്ചതിരിഞ്ഞ് 3:30-ന് പുതുക്കാട് സെന്റ് ആന്നീസ് ഫൊറോന പള്ളിയിൽ. വത്സയാണ് ഭാര്യ. ദിവ്യ, ഡെൽസിൽ എന്നിവർ മക്കളും. ഡോണി, അഞ്ചു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറ ദുരന്തം നോവായി 9 പേർ. കണ്ണീരണിഞ്ഞ് നാട്. വിട നൽകി ആയിരങ്ങൾ. വേനൽ ചൂടിൽ വിറങ്ങലിച്ച് നാട്. ഞായറാഴ്ച വരെ ഉയർന്ന താപനില തുടരും. അവധിക്കാല ക്ലാസിന് നിരോധനം. പിന്നാലെ പഠന പിന്തുണയ്ക്ക് നിർദ്ദേശം. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇരട്ടത്താപ്പെന്ന് ആക്ഷേപം. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. കൊടകരയിൽ MLV നായരുടെ ശതാഭിഷേകം വേലായുധീയം എന്ന പേരിൽ ആഘോഷിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന വാർത്താ സംഭവങ്ങളുടെ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.